കോമൺ സ്കൂളിലേക്കുള്ള പ്രവേശന പരീക്ഷ അന്ന് നടക്കുകയാണല്ലോ. പാഞ്ചിയാണ് ഏറ്റവും ആദ്യം പരീക്ഷ എഴുതി കഴിഞ്ഞത്. പേപ്പറുകളുടെ മൂല്യനിർണ്ണയം നടത്തിയ ശേഷം അത് രാജ്ഞിയുടെ മുമ്പിൽ എത്തിക്കുന്നു. വിജയിച്ചവരുടെ പേപ്പറുകൾ മാത്രമാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഏറ്റവും നന്നായി എക്സാം എഴുതിയിരിക്കുന്നത് മുതൽ താഴോട്ടാണ് പേപ്പറുകൾ അടുക്കി വെച്ചിരിക്കുന്നത്. ഏറ്റവും മുകളിലിരിക്കുന്ന പേപ്പറിൽ എഴുതിയിട്ടുള്ള ആളിൻ്റേതാണ് ഏറ്റവും നന്നായി എഴുതിയിട്ടുള്ള ഉത്തരമെന്നും പേപ്പർ കൊണ്ടുവന്നയാൾ രാജ്ഞിയെ അറിയിക്കുന്നു. പരീക്ഷയിൽ ഏറ്റവും അവസാനം എത്തിയിരിക്കുന്നത് പാഞ്ചിയാണ്. അവൻ്റെ പേപ്പറാണ് ഏറ്റവും അവസാനം ഇരിക്കുന്നത്. രാജ്ഞി നേരത്തെ തന്നെ പാഞ്ചിയെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നതിനാൽ അവൻ്റെ പേപ്പറാണ് ആദ്യം തന്നെ എടുത്ത് വായിച്ചു നോക്കിയത്. രാജ്ഞി മാഡം ഷൂവിനെ കൊണ്ട് ആ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് വായിപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ പാഞ്ചി എഴുതിയിരിക്കുന്ന ഉത്തരം രാജ്ഞിക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നു. മാഡം ഷൂ തന്നെ അവൻ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നും രാജ്ഞിക്ക് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ നടക്കുന്ന എക്സാമുകളെല്ലാം വെറും പ്രഹസനം മാത്രമാണ് എന്നും പണക്കാരായ കുടുംബക്കാരുടെ മക്കൾ കാരണം പാവപ്പെട്ടവരുടെ മക്കൾക്ക് ഉന്നത സ്ഥാനങ്ങളിലൊന്നും എത്തിപ്പെടാൻ കഴിയുന്നില്ല എന്നുമൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു ചില സൂചനകളിലൂടെ പാഞ്ചി അതിൽ എഴുതി വെച്ചിരുന്നത്. രാജ്ഞിക്ക് അവൻ്റെ ഉത്തരം വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ രാജ്ഞി എക്സാമിന് നൽകിയ ചോദ്യത്തിന് ആ ഉത്തരമായിരുന്നില്ല എഴുതേണ്ടിയിരുന്നത്. വിഷയവുമായി ബന്ധപ്പെട്ട ഉത്തരമല്ല അവൻ നൽകിയിരിക്കുന്നത് എന്ന് പറഞ്ഞാണ് പേപ്പർ നോക്കിയവർ അവൻ ഏറ്റവും അവസാനത്തെ റാങ്ക് നൽകിയിരിക്കുന്നത്. പക്ഷെ സമൂഹത്തെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു വിഷയത്തെ ആ ചോദ്യത്തിനുള്ള ഉത്തരമാക്കി അവൻ നൽകിയിരിക്കുന്നത് രാജ്ഞിക്ക് ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നാലും ഉത്തരം നോക്കിയവർ നൽകിയ അതേ ലിസ്റ്റ് തന്നെയാണ് രാജ്ഞി പാസ്സാക്കിയത്. പിന്നീട് മാഡം ഷൂ അതിനെപ്പറ്റി രാജ്ഞിയോട് ചോദിക്കുന്നുണ്ട്. പാഞ്ചി വളരെ ബ്രില്യൻ്റ് ആണെങ്കിലും അവൻ്റെ സ്വഭാവം പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന രീതിയിലുള്ളതാണ്. ഇപ്പോഴും പരീക്ഷയുടെ നടത്തിപ്പും തെരഞ്ഞെടുപ്പും ഒക്കെ നടക്കുന്നതിൽ ഒരുപാട് ക്രമക്കേടുകൾ നടക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു ദിവസം അത് മുഴുവനായി തിരുത്താൻ എനിക്ക് പറ്റില്ല. സമയം വരുമ്പോൾ വേണ്ട രീതിയിൽ വേണ്ട മാറ്റങ്ങൾ നടത്തുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഇപ്പോഴത്തെ ലിസ്റ്റ് തന്നെ അപ്രൂവ് ചെയ്യുന്നതാണ് നല്ലത് എന്ന് രാജ്ഞി മാഡം ഷൂവിനെ പറഞ്ഞു കൊടുക്കുന്നു. പാഞ്ചി പരീക്ഷയിൽ ഏറ്റവും പുറകിലത്തെ സ്ഥാനത്താണ് എത്തിയതെങ്കിലും അവൻ എഴുതിയ ഉത്തരം ഇതിനകം ഫേമസ് ആയി കഴിഞ്ഞിരുന്നു. മിക്കവാറും എല്ലാ സ്റ്റുഡൻസിൻ്റെ കയ്യിലും അതിൻ്റെ പകർപ്പ് കിട്ടുന്നുണ്ട്. അവൻ്റെ ബുദ്ധി സാമർത്ഥ്യത്തെ എല്ലാവരും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. യാൻഷിങ്ങും അവൻ എഴുതിയ ഉത്തരം കാണുന്നുണ്ട്. അവൻ്റെ കഴിവിനെ അവളും അഭിനന്ദിക്കുന്നു. ജനങ്ങൾക്കിടയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡിറ്റക്റ്റീവിൻ്റെ സ്വഭാവമാണ് പാഞ്ചിക്ക് എന്ന് അവൾക്ക് ഇതിനകം തന്നെ സംശയം തോന്നിയിരുന്നു. ആ ഡിറ്റക്റ്റീവ് ആണോ പാഞ്ചി എന്ന സംശയവും അവൾക്ക് തോന്നുന്നുണ്ട്. അവൾ ചുച്ചുവിനോട് ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജിയാങ് അവിടെ എത്തിയിട്ട് ഇൻസ്പെക്ടർ ഷൂ പറഞ്ഞയച്ച ഒരു വിവരം അവരെ അറിയിച്ചത്. അടുത്തിടെ ഷെൻഹുവോ കാരണം കൊല്ലപ്പെട്ടു എന്ന് കരുതുന്ന ആ സ്ത്രീയുടെ ഭർത്താവ് മുമ്പ് ഷെൻഹുവോയുടെ കേസ് അന്വേഷിച്ചിരുന്ന ആളായിരുന്നുവെന്നും അയാൾക്ക് അതിനിടയിൽ പ്രമോഷൻ കിട്ടിയിരുന്നെന്നും ആ സമയത്ത് തന്നെ അയാളുടെ മനോനില തെറ്റിയിരുന്നുവെന്നുമൊക്കെ ആണ് ജിയാങ് അവരെ അറിയിച്ചത്. ഭാര്യ മരിച്ചതിന് ശേഷമല്ല അയാളുടെ മനോനില തെറ്റിയത് എന്നറിഞ്ഞതോടെ യാൻഷിങ് ആ കേസിനെ പറ്റി കൂടുതൽ അന്വേഷിക്കാനായി വീണ്ടും അയാളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അവൾക്ക് അവിടെ ആരെയും കാണാൻ സാധിക്കുന്നില്ല. നേരം വൈകിയ ശേഷമാണ് അവൾ അവിടെ എത്തിയത്. കയ്യിലുണ്ടായിരുന്ന ഫയർ ഉപയോഗിച്ച് ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച ശേഷം അവൾ അവിടെ എന്തോ തിരയാൻ തുടങ്ങിയപ്പോഴേക്കും അവൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുന്നുണ്ട്. പെട്ടെന്ന് ഒഴിഞ്ഞു മാറിയതിനാൽ അവൾക്ക് പരിക്കൊന്നും പറ്റുന്നില്ല. പക്ഷെ ആക്രമി വീണ്ടും അവൾക്ക് നേരെ തിരിയുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ എത്തിയ ഷെൻതു അയാളെ ആക്രമിക്കുന്നു. പക്ഷെ ആദ്യത്തെ ആക്രമണത്തിനിടയിൽ മുറിയിലാകെ കത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മെഴുകുതിരി താഴെ വീണ് കെട്ടുപോകുന്നു. അതോടെ ഷെൻതുവിന് അവിടെ ഉള്ളതൊന്നും കാണാൻ പറ്റാതെ ആവുന്നുണ്ട്. അതിനുശേഷം നടന്ന ആക്രമണത്തിൽ അവന് ചെറിയ പരിക്കേൽക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അക്രമി അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും യാൻഷിങ് വീണ്ടും വിളക്ക് തെളിക്കുന്നു. അവർക്ക് നേരെ ആക്രമിച്ച ആയുധങ്ങൾ അപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായ ആക്രമണ സമയത്ത് ഉപയോഗിച്ച ആയുധങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇതെന്ന് ഷെൻതുവിന് മനസ്സിലാവുന്നു. പക്ഷേ ആക്രമണം നടത്തിയ രീതി ഒരേപോലെയാണ് അവന് തോന്നിയത്. അതുകൊണ്ട് അതും ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധം കാണുമോ എന്ന് അവൻ സംശയിക്കുന്നു. അവിടേക്ക് തനിച്ച് വന്നത് എന്തിനാണ് എന്ന് ചോദിച്ച് അവൻ യാൻഷിങ്ങിനെ വഴക്ക് പറയുന്നുണ്ട്. അവൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം പൊടിയുന്നത് കണ്ടപ്പോഴാണ് അവന് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് അവൾ അറിയുന്നത്. അവൾ അതിനെപ്പറ്റി ചോദിക്കുന്നു. പക്ഷേ ഇത് നിസ്സാര പരിക്കാണ്, അത്ര കാര്യമാക്കാനില്ല എന്ന് അവൻ പറയുന്നുണ്ട്. എന്നാലും തന്നെ രക്ഷിക്കാൻ വന്നപ്പോൾ ഉണ്ടായ പരിക്കുകളാണല്ലോ, അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ യാൻഷിങ്ങിന് ശരിക്കും വിഷമം ഉണ്ടാകുന്നു. അവൾ അവൻ്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നുണ്ട്. അത് ഷെൻതുവിനെ സന്തോഷിപ്പിക്കുന്നു. ചുച്ചു ഈ സമയം അച്ഛൻ്റെ ഒരു ഷോപ്പ് അടച്ചിട്ട് തിരികെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. കുറച്ച് കള്ളന്മാരുടെ ശല്യമുണ്ട് എന്നൊക്കെ അച്ഛൻ പറഞ്ഞതിനാൽ അവൾ ഒന്നുകൂടി ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. ഉറക്കച്ചെടവോടെ പോകുന്ന സമയത്താണ് യാൻഷിങ്ങിനെ ആക്രമിച്ചിട്ട് ഓടിപ്പോയ അക്രമി അവൾക്കെതിരായി വന്നത്. കള്ളനായിരിക്കും എന്ന് കരുതി ചുച്ചു അയാളെ പിടിച്ചു നിർത്തുന്നുണ്ട്. അങ്ങനെ അയാൾ അവളെ കൊല്ലാൻ ഒരുങ്ങുന്നു. ഈ സമയത്ത് മാസ്ക് ധരിച്ച് അവിടെ എത്തിയ ലുവോഷി അക്രമിയെ ഒരു കയറുകൊണ്ട് അവിടെ കെട്ടിത്തൂക്കിയിട്ട് അവളെ രക്ഷപ്പെടുത്തുന്നു. അപ്പോഴേക്കും കുറച്ച് പേർ അങ്ങോട്ടേക്ക് ഓടി വരുന്നത് കണ്ട് ലുവോഷി അവളെയും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. ആരുമില്ലാത്തൊരു സ്ഥലത്തെത്തിയ ശേഷമാണ് അവൻ നിന്നത്. പക്ഷെ അങ്ങോട്ടേക്ക് വന്നത് ഇൻസ്പെക്ടർമാരായിരുന്നു. അവരോട് പറഞ്ഞിരുന്നെങ്കിൽ കാര്യങ്ങൾ മനസ്സിലായേനെ. നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഓടിപ്പോകുന്നത്, എന്നിട്ട് ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് ചുച്ചു അവനോട് ചോദിക്കുന്നുണ്ട്. ഓഫീസേഴ്സുമായിട്ടൊന്നും ഡീൽ ചെയ്യാൻ തനിക്ക് താല്പര്യമില്ല എന്നാണ് ലുവോഷി പറഞ്ഞത്. അവൻ്റെ വേഷവും മുഖം മറിച്ചുള്ള നടപ്പും പിന്നെ ഓഫീസർമാരുമായിട്ട് ഡീൽ ചെയ്യാൻ താല്പര്യമില്ലായ്മയും എല്ലാം കൂടി കണക്ക് കൂട്ടിയപ്പോൾ അവൻ മറ്റാരും അറിയാതെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഏതോ ഹീറോ ആണ് എന്ന് ചുച്ചു തെറ്റിദ്ധരിക്കുന്നു. ലുവോഷി അങ്ങനെ അല്ല എന്ന് പറയുന്നതുമില്ല.
സ്വയരക്ഷയ്ക്ക് വേണ്ടി നടത്തിയ ആക്രമണമായതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയത് കുഴപ്പമില്ല, അതുകൊണ്ട് ഓഫീസേഴ്സിൻ്റെ മുന്നിലേക്ക് പോവേണ്ട ആവശ്യമില്ല എന്ന് അവളും സമ്മതിക്കുന്നു. അവൾ അവൻ്റെ തലയിൽ നിന്നൊരു മുടി പറിച്ചെടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വാട്ടർ ലാൻറ്റേണിൽ അതുകൊണ്ട് കത്തിക്കുന്നു. അതിനുശേഷം അത് ഒഴുക്കി വിടാൻ തുടങ്ങുന്നുണ്ട്. സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഇപ്പോൾ ഒരു കൊലപാതകം നടത്തിയതാണല്ലോ, അതിൻ്റെ പാപം മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണെന്നൊക്കെ ചെറുപ്പത്തിൽ അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവളത് ചെയ്തത്. പക്ഷേ തനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ല എന്ന് ലുഗോഷി അവളോട് പറയുന്നു. ചെറുപ്പത്തിൽ തൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതിരുന്ന സമയത്ത് ഇങ്ങനെ വിളക്കുകൾ തെളിയിച്ചാൽ അമ്മയുടെ അസുഖം കുറയുമെന്ന് പലരും തന്നോട് പറഞ്ഞിരുന്നതിനെ പറ്റി അവൾ പറയുന്നു. പക്ഷേ അതൊന്നും അത്ര വിശ്വാസമില്ലാതിരുന്നുകൊണ്ട് ഞാനും അതൊന്നും ചെയ്തിരുന്നില്ല. അങ്ങനെ അമ്മ എന്നെ വിട്ടുപോയി. പിന്നീട് ആലോചിച്ചപ്പോഴാണ് അന്ന് അമ്മയ്ക്ക് വേണ്ടി ഇങ്ങനെ വിളക്കുകൾ തെളിയിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ കുറേ കാലം കൂടി അമ്മ എനിക്കൊപ്പം ഉണ്ടാകുമായിരുന്നുവെന്ന് എനിക്ക് തോന്നിയിരുന്നത് എന്നൊക്കെ അവൾ പറയുന്നു. പക്ഷേ അവൻ അതിനെ എതിർക്കുന്നുണ്ട്. എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും പോകാനുള്ളവർ നമ്മളെ വിട്ട് പോവുക തന്നെ ചെയ്യും. എത്രയൊക്കെ നോക്കിയാലും അവരെ പിടിച്ചു നിർത്താൻ പറ്റില്ല എന്ന് അവൻ പറയുന്നുണ്ട്. ഇത് പറഞ്ഞ സമയത്ത് അവൻ്റെ കണ്ണുകൾ ചെറുതായി നിറയുന്നത് മാസ്കിനിടയിലൂടെ അവൾ കാണുന്നു. അതിനുശേഷം കൂടുതൽ സമയം അവിടെ നിൽക്കാതെ അവൻ പോവുകയും ചെയ്യുന്നുണ്ട്. ഷെന്തു ഈ സമയം വീട്ടിലെത്തി കഴിഞ്ഞിരുന്നു. ഓടിപ്പോയ അക്രമിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയെന്നുള്ള വിവരം അവൻ്റെ അസിസ്റ്റന്റ് അവനോട് വന്ന് പറയുന്നു. അക്രമിയെ തങ്ങളുടെ കയ്യിൽ കിട്ടി. ആരാണിതിൻ്റെ പിന്നിൽ നിന്ന് അറിയാതിരിക്കാൻ വേണ്ടി ആയിരിക്കണം അയാളെ പറഞ്ഞയച്ചയാൾ കൊലപ്പെടുത്തിയത് എന്ന് ഷെന്തു പറയുന്നുണ്ട്. അവൻ്റെ ശരീരത്തിൽ ചെറിയ പരിക്കുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവിടുന്ന് ഇപ്പോഴും ബ്ലഡ് വരുന്നുണ്ട്. ഡോക്ടറെ കാണേണ്ട ആവശ്യമുണ്ടോ എന്ന് അസിസ്റ്റന്റ് ചോദിക്കുന്നു. അതിൻ്റെ ആവശ്യമില്ല എന്ന് ഷെന്തു പറയുന്നുണ്ട്. അപ്പോഴേക്കും യാൻഷിങ് അവനുള്ള മരുന്നുമായി അങ്ങോട്ടേക്ക് വരുന്നു. അതോടെ അസിസ്റ്റന്റ് അവിടെ നിന്ന് മാറിക്കൊടുക്കുന്നുണ്ട്. യാൻഷിങ് അവൻ്റെ അടുത്ത് ചെന്നിരുന്ന് മുറിവിൽ മരുന്ന് വെച്ച് കൊടുക്കാൻ തുടങ്ങുന്നു. കുറച്ച് ധൃതിയുള്ളതുപോലെയാണ് അവൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞ് അവൾ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ എന്ന് അവൻ അന്വേഷിക്കുന്നു. ജോലി ഒരുപാട് ബാക്കിയുണ്ട്, അതുകൊണ്ട് തിരികെ ഓഫീസിലേക്ക് പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. രാത്രി കുറച്ച് ഫയലുകൾ ചെക്ക് ചെയ്യാനുണ്ട് എന്നൊക്കെ അവൾ അവനോട് പറയുന്നു. ഇത്ര അത്യാവശ്യമായി ചെയ്തു തീർക്കേണ്ട കേസാണോ ഇത്? എനിക്ക് ഇങ്ങനെ പരിക്ക് പറ്റിയിരിക്കുകയല്ലേ, അതുകൊണ്ട് നിനക്ക് ഇവിടെ ഇരുന്ന് എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൂടെ എന്ന് അവൻ ചോദിച്ചപ്പോൾ അവൾ അതിന് സമ്മതിക്കുന്നുണ്ട്. അവൾ കാരണമാണല്ലോ അവനിപ്പോൾ ഇങ്ങനെ പരിക്കുണ്ടായിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അവൻ്റെ കൂടെ നിൽക്കാമെന്ന് അവൾ പറയുന്നു. അതിനുശേഷം അവൾ അവൻ്റെ കയ്യിലെ മുറിവിൽ മരുന്ന് വയ്ക്കാൻ തുടങ്ങുന്നുണ്ട്. ഷെന്തു ഈ സമയം അവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൻ അവളെ കിസ് ചെയ്യാൻ തോന്നുന്നുണ്ട്. അങ്ങനെ അവൻ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവളെ മുഖം ഉയർത്തി നോക്കുന്നുണ്ട്. അവൻ്റെ വരവ് കണ്ടപ്പോൾ തന്നെ അവൾക്കും കാര്യം മനസ്സിലാവുന്നു. അവളും അതിന് തയ്യാറെടുത്ത് കണ്ണടച്ചിരിക്കുന്നു. പക്ഷെ അവൻ്റെ മുഖം തൊട്ടടുത്തെത്തി കഴിഞ്ഞപ്പോൾ കുറച്ച് ടെൻഷനായി അവൾ അവൻ്റെ കയ്യിൽ ഒന്ന് മുറുക്കെ പിടിക്കുന്നുണ്ട്. അവൻ്റെ കയ്യിലെ മുറിവിൽ തന്നെയാണ് അവൾ പിടിച്ചത്. അതുകൊണ്ട് തന്നെ അവൻ വേദനിച്ച് ഞരങ്ങുന്നു. അങ്ങനെ അപ്പോഴത്തെ ആ ഫീല് അങ്ങോട്ട് പോയി. രണ്ടുപേരുടെയും ശ്രദ്ധ മാറുന്നുണ്ട്. യാൻഷിങ് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ കൺഫ്യൂഷനായിരിക്കുകയാണ്. മുറിവിൽ മരുന്ന് വെച്ച് കൊടുക്കാൻ അവൻ പറയുന്നതിനാൽ അവൾ വേഗം അതിൽ കൂടി മരുന്ന് വെച്ചിട്ട് ഡ്രസ്സ് ചെയ്യുന്നു. അതിനുശേഷം വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. യാൻഷിങ്ങിന് നേരെ ആക്രമണം നടത്തിയത് ശരിക്കും 2 അക്രമികളായിരുന്നു. അതിൽ ഒരാൾ രക്ഷപ്പെട്ട് തിരികെ അയാളെ അയച്ച ആളുടെ അടുത്ത് എത്തിയിരുന്നു. ഇപ്പോഴാണ് ശരിക്കും ആരാണ് ഇവർക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ലുഗോഷി ആയിരുന്നു ഇവർക്ക് പിന്നിൽ. ഇതുവരെ മാസ്ക് ധരിച്ചായിരുന്നല്ലോ അവനെ രാത്രി സമയത്ത് കാണിച്ചിരുന്നത്. ഇപ്പോൾ മാസ്ക് ഇല്ലാതെ തന്നെ അവൻ അക്രമികളോട് സംസാരിക്കുന്നു. അവരുടെ കഴിവുകേടിനെ പറ്റി പറഞ്ഞ് അയാൾ അവനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അത് മാത്രമല്ല, ചുച്ചുവിനെ യാതൊരു വിധത്തിലും ഉപദ്രവിക്കരുത് എന്നുകൂടി ഒരു നിർദ്ദേശം അവൻ അവർക്ക് നൽകുന്നുണ്ട്. ഷെൻഹുവയുടെ കേസുമായിട്ട് അവന് എന്തൊക്കെയോ കണക്ഷനുണ്ട്, പക്ഷെ അതെന്താണ് എന്നൊന്നും ഇപ്പോൾ വ്യക്തമാകുന്നില്ല. യാൻഷിങ് അടുത്ത ദിവസം രാവിലെ ഓഫീസിലേക്ക് പോവാൻ റെഡിയായ ശേഷം ഷെന്തുവിൻ്റെ അടുത്തെത്തി അവനെ വിളിച്ചുണർത്തുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി പുറത്തേക്ക് വരാൻ അവൾ പറയുന്നുണ്ടെങ്കിലും അവൻ സുഖമില്ലാത്തതുപോലെ അഭിനയിച്ച് അവിടെ തന്നെ കിടക്കുകയാണ്. പരിക്ക് കാരണം എഴുന്നേറ്റ് മുൻവശത്തേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ അവൻ പറയുന്നു. അവൾ തൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി കെയർ ചെയ്യട്ടെ എന്ന് കരുതിയാണ് അവൻ ഇങ്ങനെ പറഞ്ഞത്. അവൻ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ടേക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് പോകുന്നു. അവൾ പോയി കഴിഞ്ഞപ്പോൾ യാതൊരു കുഴപ്പവുമില്ലാത്തതുപോലെ ഷെന്തു എഴുന്നേറ്റിരിക്കുന്നുണ്ട്. അവൾ അകത്തേക്ക് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച് വാതുക്കലേക്ക് തന്നെ നോക്കിക്കൊണ്ടാണ് അവൻ ഇരിക്കുന്നത്. ആരോ അങ്ങോട്ടേക്ക് വരുന്ന ശബ്ദം കേട്ടപ്പോൾ അവളായിരിക്കുമെന്ന് കരുതി അവൻ വീണ്ടും വേദനയുള്ളതുപോലെ ഞരങ്ങാനും മറ്റും തുടങ്ങുന്നു. പക്ഷെ അകത്തേക്ക് വന്നത് യാൻഷിങ് ആയിരുന്നില്ല. അവനുള്ള ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് ഒരു ജോലിക്കാരിയായിരുന്നു അവിടേക്ക് വന്നത്. അവരെ കണ്ടപ്പോൾ അവൻ ആകെ നിരാശനാവുന്നു. യാൻഷിങ് എവിടെ പോയി എന്ന് അവൻ അന്വേഷിക്കുന്നു. അവളുടെ വീട്ടിൽ നിന്ന് ഒരാൾ വന്ന് അവരെ രണ്ടുപേരെയും കൂടി ഒരു വിരുന്നിനെ ക്ഷണിച്ചിരുന്നു. അവനെ ഇങ്ങനെ സുഖമില്ലാതെ ഇരിക്കുന്നത് കൊണ്ട് അവനെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി അവൾ തനിച്ച് അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ് എന്ന് ജോലിക്കാരെ അറിയിക്കുന്നു. ഇങ്ങനെ സുഖമില്ലെന്ന് അഭിനയിക്കേണ്ടിയിരുന്നില്ല എന്നോർത്ത് ഷെന്തുവിന് അപ്പോൾ വിഷമം തോന്നുന്നുണ്ട്. എന്തായാലും പറ്റിപ്പോയില്ലേ, ഇനിയിപ്പോൾ അതിൻ്റെ ഫലം അനുഭവിക്കുക തന്നെ. അങ്ങനെ അവൻ ജോലിക്കാരിയെ പറഞ്ഞു വിട്ടിട്ട് മനസ്സോടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്താണ് അവൻ്റെ അസിസ്റ്റൻ്റ് അകത്തേക്ക് വന്നിട്ട് ഹാനിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്, നമ്മളാരും വിചാരിച്ചതുപോലെ അവൻ അത്ര സിമ്പിൾ അല്ല എന്ന് അറിയിക്കുന്നത്.
യാൻഷിങ് ഈ സമയം അവളുടെ വീട്ടിലെത്തിയിരുന്നു. പറഞ്ഞതുപോലെ അവിടെ നല്ലൊരു വിരുന്ന് തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും അവിടെ ഉണ്ട്. ഹാനിൻ്റെയും സാവയുടെയും വിവാഹം 1 മാസത്തിനുള്ളിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു ആഘോഷം കൂടിയാണിത്. അത് മാത്രമല്ല, യാൻഷിങ്ങിൻ്റെ ബ്രദർ എക്സാമും പാസ്സായിരിക്കുന്നു. എല്ലാത്തിൻ്റെയും കൂടി സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇങ്ങനെ ഒരു വിരുന്ന് ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന കൂട്ടത്തിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യാൻഷിങ് ഇടയ്ക്കിടെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടല്ലോ, എന്തുപറ്റി, ശെന്തുവുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അമ്മ അവളോട് ചോദിച്ചത്. അവിടെ നേരത്തെ ഉണ്ടായിരുന്ന കുക്ക് ഇപ്പോൾ അവിടുന്ന് മാറിപ്പോയി. പുതിയ കുക്കുണ്ടാക്കുന്ന ഫുഡ് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അമ്മയുടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇടയ്ക്കിടെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് യാൻഷിങ് എക്സ്ക്യൂസ് പറയുന്നു. സാധാരണ അവൾ എപ്പോൾ അങ്ങോട്ടേക്ക് വന്നാലും ശെന്തു തൊട്ട് പുറകെ വന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോകാറുള്ളതാണല്ലോ. പക്ഷെ കഴിഞ്ഞ ദിവസം അവൻ അങ്ങനെ വന്നിരുന്നില്ല. അത് കാരണം ഞാൻ കുറച്ച് ടെൻഷനായിരുന്നു എന്നൊക്കെ അമ്മ അവളോട് പറയുന്നു. പറഞ്ഞു തീരുന്നതിന് മുമ്പേ ഒരു ജോലിക്കാരൻ അവിടേക്ക് വന്ന് ശെന്തു അവിടെ എത്തിയിട്ടുണ്ട് എന്ന് അറിയിക്കുന്നു. യാൻഷിങ് പോലും ഒന്ന് അമ്പരന്ന് പോകുന്നുണ്ട്. അവൻ അകത്തേക്ക് വന്നപ്പോഴേക്കും എല്ലാവരും എഴുന്നേറ്റ് ബഹുമാനം കാണിക്കാനായി നിൽക്കുന്നു. രാവിലെ നിനക്ക് അനങ്ങാൻ പറ്റുന്നില്ല, നല്ല വേദനയുണ്ട് എന്നൊക്കെ ആയിരുന്നല്ലോ പറഞ്ഞത്, എന്നിട്ട് ഇപ്പോൾ അതൊക്കെ മാറിയോ എന്ന് യാൻഷിങ് അവനോട് ചോദിക്കുന്നുണ്ട്. ഭയങ്കര സീരിയസ് എക്സ്പ്രഷനോടെ ആയിരുന്നു ശെന്തു അങ്ങോട്ടേക്ക് വന്നത്. അവളുടെ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ മസിൽ പിടുത്തമൊക്കെ വിടുന്നു. എൻ്റെ ഇൻലോസിൻ്റെ വീട്ടിൽ ഒരു വിരുന്ന് നടക്കുമ്പോൾ ഞാനത് മിസ്സാക്കാൻ പാടില്ലല്ലോ എന്ന് അവൻ പറയുന്നുണ്ട്.